ഹായ് ഹലോ നല്ലൊരു വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ വെണ്ടക്കായ ഇതുപോലെ നീളനെ അരിഞ്ഞിട്ട് 4 കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ കുരു കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ കുരു മാക്സിമം കൊഴിഞ്ഞു പോകാനും അതിൻ്റെ ഉള്ളിൽ കീടങ്ങളോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി കാണാനും പറ്റും. അതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളി, സവാളയിലും മതി, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, കറിവേപ്പില, പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അത് കഴിയുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കടുകിടാം. കടുക് നല്ല തുരുതുരാ പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടക്കായ ചേർത്ത് വെളിച്ചെണ്ണയുടെ അംശമൊക്കെ എല്ലായിടത്തോട്ടും മിക്സാക്കി ഇളക്കി മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാനായിട്ട് മറക്കരുത്. അങ്ങനെ ഒരു 7 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും വെണ്ടക്കായ ഇതുപോലെ ആയിട്ടുണ്ടാവും. കൂടുതൽ ഡാർക്ക് ആക്കണം എന്നുള്ളവർക്ക് കൂടുതൽ സമയം വയ്ക്കാം. ഒന്നൊന്നുമേ തൊടാത്ത നല്ല കുഴഞ്ഞ നല്ല സൂപ്പറായിട്ടുള്ള വെണ്ടക്കായ മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ വെണ്ടക്കായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ ഊണിനൊപ്പം കഴിക്കാനായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.